അവസാനമായി ശ്രീനിവാസനെ കാണാനെത്തുന്ന ആളുകൾ നിറകണ്ണുകളോടെയാണ് ഇവിടെ നിന്നും മടങ്ങുന്നത്. ടൗൺ ഹാളിലാണ് ഇപ്പോൾ പൊതുദർശനത്തിന് ഭൗതിക ശരീരം വെച്ചിരിക്കുന്നത്. ഇനി സമയം നീണ്ടുപോകാനാണ് സാധ്യത. ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അസുഖബാധിതനായതിനു ശേഷവും നൽകിയ നിരവധി അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇനിയും നല്ലൊരു സിനിമ, അസുഖം ഭേദമായതിനു ശേഷം നല്ലൊരു സിനിമ ചെയ്യണം എന്നത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു എന്നത്, അത്രമേൽ അദ്ദേഹം സിനിമയെ സ്നേഹിച്ചിരുന്നു എന്ന് തന്നെയാണ്. നിലപാടുകൾ പറയേണ്ട സമയത്ത് കൃത്യമായ നിലപാടുകൾ അദ്ദേഹം ഭയം കൂടാതെ, മുഖം നോക്കാതെ പറഞ്ഞിരുന്നു എന്നുള്ളതും ശ്രീനിവാസൻ എന്നയാളെ എല്ലാവരും തന്നെ നെഞ്ചിലേറ്റാൻ ഒരു കാരണമായി എന്നുള്ളത് മറ്റൊരു ഘടകം കൂടിയാണ്. അതും എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മലയാള സിനിമയിൽ ശ്രീനിവാസന് മുൻപുണ്ടായിരുന്ന ഒരു കാലഘട്ടം പോലെയല്ല ശ്രീനിവാസൻ വന്നതിന് ശേഷം അത്രയും നാളുണ്ടായിരുന്ന മലയാള സിനിമയുടെ ഒരു പാറ്റേണെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരുന്നത്. ഒരു സാധാരണക്കാരുടെ ഇടയിലേക്കാണ് സിനിമ ചെല്ലേണ്ടത് എന്നൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാധാരണക്കാരെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്നിട്ടുള്ളത്. അവരുടെ കഥകളായിരുന്നു പറഞ്ഞത്. അതിലധികവും തൻ്റെ തന്നെ കഥയായിരുന്നു സിനിമകളിലൂടെ ശ്രീനിവാസൻ പറഞ്ഞത്. നിരവധി പേരാണല്ലോ ഇപ്പോൾ ഈ ടൗൺ ഹാളിലേക്ക് ശ്രീനിവാസനെ ഒരു നോക്ക് കാണാനായി എത്തുന്നത്. അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാണോ? ഇപ്പോൾ ടൗൺ ഹാളിന് പുറത്തുമൊക്കെ വലിയ തിരക്കനുഭവപ്പെടുകയാണ്. ടൗൺ ഹാളിനുള്ളിൽ കുത്തി നിറഞ്ഞ അന്തരീക്ഷമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മോഹൻലാൽ, മമ്മൂട്ടി എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങി. പ്രമുഖരായ അതേസമയം ശ്രീനിവാസനെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത ഇഴയെടുപ്പമുള്ള ഓരോരുത്തരും വന്ന് മടങ്ങുകയാണ്.